ശ്രീ ജോർജ് ജോസഫ്, ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം, സമ്പദ്ഘടനയെ ഈ അവസ്ഥ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ സംഭവിക്കുന്ന ഒരു കാര്യം. അത് അടച്ചു കഴിഞ്ഞു, ഇറാൻ്റെ സൈന്യം അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതിലൂടെ കപ്പലുകൾ വന്നാൽ വെടിയുതിർക്കും എന്ന നിലയിലുള്ള മുന്നറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഖത്തറിലേക്ക് പോയാൽ അവരുടെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ LNG പ്രൊഡക്ഷൻ നടക്കുന്ന ഖത്തർ എനർജി, അവർ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. സൗദിയിൽ സമാനമായ നിലയിൽ പല റീജിയണിലും പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്ന നില വന്നു. ഇന്ധനക്ഷാമത്തിലേക്ക് പോകുന്നു. ക്രൂഡ് ഓയിൽ വില കാര്യമായി ഉയരുകയാണോ? സെൻസെക്സ് തകർച്ച പ്രതിഫലിച്ചു തുടങ്ങിയോ? അപ്പോൾ ആ ഒരു ഭാഗം നോക്കിയാൽ ഈ യുദ്ധം സൃഷ്ടിച്ച ആഘാതം ആ അർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ്? ശരത്തെ, ഞാനിതിനെ നോക്കിക്കാണുന്നത്, ഇത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ നടത്തുന്ന ഒരാക്രമണം, അല്ലെങ്കിൽ അവിടെ മാത്രം പരിമിതമായി വരുന്ന ഒരു സംഭവം എന്ന നിലയിലല്ല. ഇത് ലോകത്തിലെ അമേരിക്കയും ഇസ്രായേലും ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥയെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും എന്ന് ഞാൻ എടുത്തു പറയുകയാണ്, തകർക്കുന്ന ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതിനെ കൂടുതൽ വ്യക്തമാക്കി ഞാൻ പറയാം ശരത്തെ. അതായത് ഈ 28-ാം തീയതി ശനിയാഴ്ച ഈ ആക്രമണം നടന്നതിന് ശേഷം ക്രൂഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തിങ്കളാഴ്ച 10% വില കയറിയത്. അതായത് $72 ഒരു ബാരലിൻ്റെ വില $82 മുകളിലേക്ക് അത് ഉയരുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് എല്ലാം അറിയാം, ആ ഗുരുതരമായ പ്രത്യാഘാതം, ആ എണ്ണവില ഉയരുന്നതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഖത്തറിൻ്റെ പ്രകൃതിവാതക ഉൽപ്പാദനം പാടെ നിർത്തിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ആകെ ബാധിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വില 50% ഉയർന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ എണ്ണവില ഉയരുന്നത് കൊണ്ട് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമ്പോൾ ലോകത്തെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിൻ്റെ GDPയുടെ അല്ലെങ്കിൽ ചെലവഴിക്കലിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എല്ലാ രാജ്യങ്ങളും തന്നെ ചെലവഴിക്കുന്നത്. അപ്പോൾ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് ഉയരുന്നൊരു ഘട്ടത്തിൽ എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും അത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാവും. അതെങ്ങനെയാണ് ആ നേട്ടം കൈവരിക്കുന്നത് നമുക്കറിയാം. അതായത് ഇപ്പോൾ $82 മുകളിലേക്ക് എണ്ണവില ഉയർന്നപ്പോൾ വെനിസ്വേലയിൽ നിന്നും അമേരിക്ക തട്ടിയെടുക്കുന്ന എണ്ണ അമേരിക്കൻ കമ്പനികൾ വിൽക്കുന്നത് ഈ ഉയർന്ന വിലയിലാണ്. അതായത് അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് $10 വില അധികമായി ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുമ്പോൾ ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഒമാൻ, UAE പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ്, ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടി കൂടുതൽ വലിയ തുക ചെലവഴിക്കേണ്ടതായിട്ട് വരും. ആ പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടി വരുന്ന തുക ആർക്കാണ് പോകുന്നത്? അമേരിക്കയാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക പറയുന്ന രീതിയിൽ ഇനി കൂടുതലായ ആയുധങ്ങൾ വാങ്ങുകയോ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിക്കുകയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അത് പോവുകയാണ്. മാത്രവുമല്ല, ഇറാനിലെ എണ്ണ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ ആകെയുള്ള എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് വരികയാണ്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖല ആകെ ഇസ്രായേലിൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രത്യേകമായ ഒരു അജണ്ട. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ കാരണങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആക്രമണം നടത്തുന്നതിന് എന്തെങ്കിലും ന്യായമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ആക്രമണം നടത്തുന്നതിനുള്ള കാരണങ്ങൾ നേരത്തെ തന്നെ അവർ ഫിക്സ് ചെയ്യാണ്. ഇന്ന കാര്യം അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഇറാഖ് എടുക്കുക. ഇറാഖിൽ ആക്രമണം നടത്തിയപ്പോൾ പറഞ്ഞ എന്താ, അവിടെ വലിയ തോതിലുള്ള ലോകത്തെ നശിപ്പിക്കുന്നതിന്, തകർക്കുന്നതിന് രീതിയിലുള്ള വലിയ മാരക പ്രകടനശേഷിയുള്ള രാസായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ ഇറാഖിനെ തരിപ്പണമാക്കിയതിന് ശേഷം അവിടെ നമുക്ക് ഒരു
എന്താ പറയുക, ഒരു പടക്കം പൊട്ടിക്കാനുള്ള സാധനം പോലും കണ്ടെടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷെ ലോകം നിശബ്ദമായി അത് കണ്ടുകൊണ്ട് നിന്നു. ആ ഒരു രാജ്യത്തെ മുച്ചൂടും തകർക്കുക. അതുപോലെ കാരണങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ ആണവായുധമുണ്ട്. ആ ആണവായുധം കൊണ്ട് ലോകത്തെ അവർ നശിപ്പിച്ചു കഴിയും. അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആണവായുധം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അമേരിക്കൻ ജനതയുടെ പ്രൊട്ടക്ഷനാണ് വലുത് എന്നൊക്കെയാണ് ഈ ട്രംപ് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ശരത്തെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കുമെന്ന് നിൽക്കുന്നതല്ല. ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് അടച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ലോകത്തെ 20% എണ്ണയുടെ നീക്കം തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ ഹോർമുസ് കടലെടുക്ക് നാളെ ഏതെങ്കിലും എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും അതിലൂടെയുള്ള യാത്ര ഇനി ദുഷ്കരമായിരിക്കും. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക്, ഈ സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അനിശ്ചിതത്വത്തിൻ്റെയും അശാന്തിയുടെയും നാളുകളാണ്. കാരണം ഇതുവരെ ഈ രാജ്യങ്ങൾക്ക് നേരെ നേരിട്ട് ഒരാക്രമണത്തിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. ഇറാഖ് പണ്ട് കുവൈറ്റ് യുദ്ധം നടത്തിയത് ഒഴിച്ചാൽ നേരിട്ട് ഈ രാജ്യങ്ങളെ ഒറ്റയടിക്ക് എല്ലാ രാജ്യങ്ങളെയും പരക്കെ ആക്രമിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോയത് ഇപ്പോൾ ഈ സംഭവത്തിൽ ഇറാനാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു മാർഗവും അവരുടെ മുമ്പിലില്ല. ഇതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങളുടെ മേൽ അനിശ്ചിതത്വത്തിൻ്റെ, അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ അവരുടെ മുകളിൽ എപ്പോഴും ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. അത് ഇറാനിൽ നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഭീകര സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ആക്രമണങ്ങൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയെ, അവിടെ ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം അനിശ്ചിതത്തിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒന്ന്, അമേരിക്കയ്ക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രൊട്ടക്ഷൻ എന്നുള്ള പേരിൽ അമേരിക്ക എല്ലാ രീതിയിലും ഒരു ഊറ്റിയെടുക്കും. പക്ഷേ ഈ രാജ്യങ്ങളിലെ നിക്ഷേപ സാഹചര്യങ്ങൾ പ്രതികൂലമാവുകയാണ്. ഈ രാജ്യങ്ങൾ അപകടകരമായ സ്ഥിതിയിലാണെന്ന് വരുന്നത്. ഗൾഫിൽ എപ്പോഴും വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം, ഏത് സ്ഥലത്തു നിന്നും ഡ്രോൺ വരാം, ഏത് സ്ഥലത്തു നിന്നും മിസൈലുകൾ വരാം എന്നുള്ള നിലയുണ്ടെങ്കിൽ പലരും അവിടെ ഇന്നത്തെ UAE, ദുബായ് അവിടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്ന UAE പോലെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപത്തിന് ഒരു ബുദ്ധിമുട്ടേറുന്നൊരു സാഹചര്യം വരും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും ഇക്കോണമികളെ ഒറ്റയടിക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. അത് പല രീതിയിലാണ്, ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സ്പോർട്ട്, ഗൾഫ് മേഖലയിലുള്ള എക്സ്പോർട്ട് നിലച്ചിരിക്കുന്നു. ഇവിടെ കാർഗോകൾ കെട്ടിക്കിടക്കുന്നു, പഴങ്ങളും പച്ചക്കറികളും അടക്കം 100 കണക്കിന് ടൺ കയറ്റിപ്പോകാതെ കിടക്കുന്നു. അതുപോലെ തന്നെ ഡോളറിൻ്റെ വില ഉയരുന്നു, എണ്ണയുടെ വില കുതിച്ചുയരുന്നു, സ്വർണത്തിൻ്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. ഇതെല്ലാം വരുന്നതോടുകൂടി ഇന്ത്യക്ക് വളരെ പ്രതികൂലമായൊരു സാഹചര്യം ലോങ് റണ്ണിൽ ഉണ്ടാവുകയാണ്. ഇതുപോലെ തന്നെ യൂറോപ്പിന് പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം പ്രതികൂലമാവുന്നു. മറ്റേത് രാജ്യം എടുത്തിട്ടുണ്ടെങ്കിലും ഓരോ അമേരിക്കയും ഇസ്രായേലും ഒഴികെയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്ന വിധത്തിലേക്ക് ഒരു വലിയ അറ്റാക്കാണ്. അതായത് ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇറാനുമേലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണമായിട്ട് കാണാൻ കഴിയില്ല. ലോകത്തിന് മേലുള്ള അവരുടെ ആക്രമണമാണ് ഇത്. ഇതിൽ നിന്നും നേട്ടം ഉണ്ടാവുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള